ദേ കൊണ്ടുപോളകെ പുറം വായി നോക്കി. വീടിന്റെ ഗേറ്റ് ചവിട്ടി തുറന്ന് അവൾ അകത്തു വന്നു. അമ്മേ, എന്താണ് പാർക്കുട്ടി, കലിപ്പിലാണല്ലോ? അവളുടെ വരവ് കണ്ടത് അവളുടെ അമ്മ ചോദിച്ചു. ഇന്ന് കോളേജ് കഴിഞ്ഞ് ബസ് ഇറങ്ങി വരുമ്പോൾ ആ കവലിരിക്കുന്ന പിള്ളേരെന്നെ കുണ്ടുമുളകെന്ന് വിളിച്ചു. അത് പിന്നെ നീ ഇങ്ങനെ തടിച്ചിപ്പാറ ഇരിക്കുന്നതിന് ആ പിള്ളേരെ കുറ്റം പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ? ഇങ്ങനെ വണ്ണം വെച്ചിരുന്ന ആരായാലും അങ്ങനെയൊക്കെ വിളിച്ചു പോകും. അമ്മ യു ടു. അതെ, ഞാൻ പറയും. നിന്നോട് വണ്ണം കുറക്കാൻ നോക്കാൻ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. എന്നിട്ട് ആ പിള്ളേരെ അങ്ങനെ വിളിക്കുന്ന ആ പ്രശ്നം. പോ അമ്മ, ഞാൻ വണ്ണം കുറച്ചിരിക്കും, നോയിക്കോ. നാളെ മുതൽ ഞാൻ ഡയറ്റ് തുടങ്ങാം, കൂടെ എക്സസൈസും. അമ്മ നിന്ന് ചിരിച്ചു. എന്തിനൊന്ന് കിണിക്കുന്നേ? നീ ഈ പറയുന്ന ഇന്നോ ഇന്നലെ കേൾക്കാൻ തുടങ്ങിയതല്ലോ. ഈ വീമ്പിളക്കിൽ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നതാണല്ലോ, അതുകൊണ്ട് ചിരിച്ചു പോയതാ. ഇത് ഇത്രയും കാലം പറഞ്ഞ പോലെയല്ല. ഞാൻ കുറക്കുന്നു പറഞ്ഞാൽ കുറച്ചിരിക്കും. അവസാനം അയ്യോ എൻ്റെ മോള് ക്ഷീണിച്ചു പോയല്ലെന്ന് പറഞ്ഞ് വന്നേക്കരുത്. നീ ആദ്യം തടി കുറക്ക്. നിന്റെ വണ്ണം കുറഞ്ഞ് ആദ്യം സന്തോഷിക്കുന്നത് ഞാനാവും. ഓ, അവൾ ചവിട്ടിത്തുള്ളി അകത്തേക്ക് പോയി. റൂമിൽ പോയി അവൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് സ്വയം വിലയിരുത്തി. ഇവരൊക്കെ പറയുന്നതിനും കാര്യമുണ്ട്. എൻ്റെ രൂപം കാണുമ്പോൾ എനിക്ക് തന്നെ ദേഷ്യം വരുന്നുണ്ട്. വയറും ഇടുപ്പൊക്കെ ചാടി ആകെപ്പാടൊരു മത്തങ്ങാ രൂപം. സാരമില്ല, കുറക്കാം. പിറ്റേന്ന് മുതൽ അവൾ കഠിന പ്രയത്നം തുടങ്ങി. രാവിലെ നടക്കാൻ പോകാനും സ്കിപ്പ് ചെയ്യാനും യൂട്യൂബ് നോക്കി അത്യാവശ്യം എക്സസൈസ് ചെയ്യാനും എല്ലാം തുടങ്ങി. ഭക്ഷണവും ക്രമീകരിച്ചു. എണ്ണ പലഹാരവും മധുര പലഹാരങ്ങളും എല്ലാം ഉപേക്ഷിച്ചു. അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളെല്ലാം പാടെ അവഗണിച്ചു. 1 മാസം കടന്നുപോയി. അന്ന് വീണ്ടും അവളുടെ റൂമിലെ കണ്ണാടിയിൽ പോയി നോക്കി. അവൾക്കൊരു വ്യത്യാസം വന്നതായി അവൾക്ക് തോന്നിയില്ല. അവൾ സങ്കടപ്പെട്ടുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് പോയി. എന്താ പാറു വല്ലാണ്ടിരിക്കുന്നേ? ഇന്ന് നോക്കമ്മേ, ഞാൻ 1 മാസം ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന അമ്മയും കണ്ടല്ലേ. എന്നിട്ട് നോക്കിയേ, എനിക്കൊരു മാറ്റവും. കൈയും കാലൊക്കെ വേദനിച്ച് ഞാൻ പട്ടിയിടുന്നു മാത്രം മെച്ചം. നീ ഇങ്ങനെ തളരില്ലേ പാറു? നിന്റെ തടി അങ്ങനെ പെട്ടെന്ന് കുറയുന്നൊന്നല്ല. കുഞ്ഞിലേ മുതലുള്ളതല്ലേ. കുറച്ച് കാലം കൂടെ നന്നായിട്ട് കഷ്ടപ്പെടണം, അപ്പം മെല്ലെ മെല്ലെ കുറയും. ഇല്ല അമ്മേ, ഞാനൊന്നും ഈ ജന്മത്തിൽ തടി കുറയില്ല. ഇനി ഇതിനു വേണ്ടി ഇഷ്ടപ്പെട്ടെന്ന് ഉപേക്ഷിച്ച് എനിക്ക് വയ്യ. വണ്ണം ഉണ്ടെങ്കിൽ നല്ല ചെക്കനെ കിട്ടില്ലെന്നല്ലേ ഉള്ളൂ. ഞാനത് അങ്ങോട്ട് സഹിച്ചു. കിട്ടിയില്ലെങ്കിൽ ഞാൻ കെട്ടാതെ അവിടെ തന്നെ നിൽക്കും. അല്ലാതെ ഇനി ഇതിനു വേണ്ടി എൻ്റെ എനർജി വേസ്റ്റാക്കാൻ എനിക്ക് വയ്യ. നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യ്. അങ്ങനെ വീണ്ടും 3-4 മാസങ്ങൾ കടന്നുപോയി. പാറുവിൻ്റെ കോളേജ് പഠനം കഴിഞ്ഞു. ഒരു ഞായറാഴ്ച പാറുവിൻ്റെ അച്ഛൻ വീണ്ടും മുമ്പിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം സ്ഥലത്തെ പ്രധാന ബ്രോക്കർ നാരായണേട്ടൻ വന്നു. എന്താ നാരായണേട്ടാ ഈ വഴിയൊക്കെ? അത് സാറേ, ഒരു കാര്യം അറിയിക്കാൻ വന്നാ. ഇന്നലെ വടക്കേലെ ശേഖരേട്ട് ഒരു പയ്യന്റെ കാര്യം പറഞ്ഞു. അവരുടെ ബന്ധത്തിലുള്ളതാ. ഇവിടെ അടുത്തല്ല, 10-200 കിലോമീറ്റർ ദൂരെയാണ് വീട്. പയ്യന് ഗവൺമെന്റ് ജോലിയാണേ. അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛൻ 2 വർഷം മുമ്പ് മരിച്ചുപോയി. ഒറ്റ മോനാ. നല്ല ആസ്തിയുള്ള കുടുംബക്കാരാ. പക്ഷെ ഒരു കുഴപ്പമെന്താണെന്ന് വെച്ചാൽ പയ്യന് നല്ല തടിയുണ്ട്. അത് കണ്ടപ്പോൾ ഇവിടുത്തെ കുട്ടിയാണ് ഓർമ്മ വന്ന്. ഇവിടുത്തെ കുട്ടിക്കും വണ്ണമുണ്ടല്ലോ. ഞാൻ നോക്കട്ടെ നാരായണേട്ടാ, മോളോടൊക്കെ ചോദിച്ചിട്ട് പറയാം. ശരി സാറേ, തീരുമാനിച്ചിട്ട് വിളിച്ചാൽ മതി. ഇതാ ചെക്കൻ്റെ ഫോട്ടോയും ബാക്കി വിവരങ്ങളും. അയാൾ ഇറങ്ങിപ്പോയി. മോളെ പാറു. എന്താ ചേ? അവളമ്മയും പുറത്തേക്ക് വന്നു. ഇത് നോക്കിയേ, നാരായണേട്ടൻ കൊണ്ടുവന്ന ആലോചനയാ. പേര് അഭിഷേക്. ഈ ഫോട്ടോ നോക്കിയേ. അയ്യേ, ഇതോ? ഈ ചെക്കന് നല്ല തടിയല്ലേ? അവളുടെ അമ്മ ഫോട്ടോ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ മോൾക്കും ഇല്ലേ തടി? പിന്നെ പയ്യനെ മാത്രം കുറ്റം പറയാൻ പറ്റുമോ? എന്നാൽ ഇവിടെ 2 ഇരട്ടി തടിയുണ്ട്. അത് വേണോ നമുക്ക്? ഇവളിവിടെ കെട്ടാതെ പോരറിഞ്ഞ് നിൽക്കുന്നല്ലോ. കുറച്ചുകൂടെ കാത്തിരിക്കാം. ഇതിനേക്കാളും നല്ല ചെക്കൻ വീണ്ടും വരും. ഇതാലോചിച്ചോളൂ അച്ഛേ, എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല. പിന്നീടെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. കല്യാണം ആലോചിക്കലും പെണ്ണ് കാണാൻ വരവും തിരിച്ച് വീട് കാണാൻ പോകലും എല്ലാം വളരെ പെട്ടെന്ന് നടന്നു. അന്വേഷിച്ചപ്പോൾ 2 വീട്ടുകാർക്കും പരസ്പരം നന്നായി ബോധിച്ചു. അവസാനം അധികം വൈകാതെ അവരുടെ കല്യാണം നടന്നു. വീട്ടുകാർ തമ്മിൽ അടുത്തുവെങ്കിലും പാറു അബിയും തമ്മിൽ അധികം ഫോൺ വിളികളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ് അവിടെ കയറി ചെന്നപ്പോൾ അവൾക്ക് നല്ല പേടിയായിരുന്നു. എന്നാൽ ആദ്യ ദിവസം തന്നെ അവൾക്ക് അവിടെ നല്ല അനുഭവമായിരുന്നു. അവളുടെ അമ്മയെപ്പോൾ തന്നെ സ്നേഹനിധിയായ ഒരു അമ്മയെ അവൾക്ക് കിട്ടി. ആ അമ്മ വളരെ സന്തോഷപൂർവ്വം അണീച്ചൊരിക്കും മകൻ്റെ റൂമിലേക്ക് പറഞ്ഞു വിട്ടു. അവൾ റൂമിലെത്തിയപ്പോൾ അബി റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. അവൾ അവൻ്റെ അടുത്ത് പോയിരുന്നു. തനിക്ക് വീടൊക്കെ ഇഷ്ടമായോ? എൻ്റെ അമ്മയെ ഇഷ്ടമായി. എനിക്കെൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയെ പൊന്നുപോലെ താൻ നോക്കണം. അത് മാത്രമേ ഉള്ളൂ എൻ്റെ ആഗ്രഹം. അമ്മ എൻ്റെയും കൂടി അമ്മയല്ലേ, ഞാൻ സ്നേഹിച്ചോളാം. പിന്നെ താൻ BCom പാസ്സായതല്ലേ? തുടർന്ന് പഠിക്കണം. അത് ജോലിക്ക് പോകാനാണോ പ്ലാന്? ഒന്നും തീരുമാനിച്ചിട്ടില്ല. വിരോധമില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ഒരു തുണിമില്ലുണ്ടല്ലോ, അച്ഛനുണ്ടായിരുന്ന സമയത്ത് നോക്കിയടുത്തിരുന്ന. അച്ഛൻ പോയ ശേഷം ജോലി തിരക്കായതുകൊണ്ട് എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് പുറത്തുനിന്ന് ആളുകൾ നിർത്തിയാണ് നോക്കുന്നത്. തനിക്ക് പറ്റുമെങ്കിൽ താൻ അവിടെ പോയി നോക്ക്. ഞാൻ നോക്കിക്കോളാം, കുഴപ്പമൊന്നുമില്ല. എന്നാൽ ശരി, നമുക്ക് കിടന്നാലോ? കല്യാണത്തിന് ഓടിയിട നല്ല ക്ഷീണമുണ്ടേ. അവർ കിടന്നുറങ്ങി. പിന്നീട് അങ്ങോട്ട് പാറുവിൻ്റെ അഭിനയം ജീവിതത്തിലെ സന്തോഷത്തിൻ്റെ നാളുകളായിരുന്നു. അവർ പരസ്പരം മതിമറന്ന് പ്രണയിച്ചു. കല്യാണം കഴിഞ്ഞതിൻ്റെ വിരുന്നൊക്കെ കഴിഞ്ഞപ്പോഴേക്കും 2 പേരും ഒന്നുകൂടെ വീർത്തു. പാറു മില്ലിൽ പോയി തുടങ്ങി. രാവിലെ എഴുന്നേറ്റിൽ അവളെ ഒരു പണിയും ചെയ്യാൻ അമ്മ സമ്മതിച്ചില്ല. അവൾക്ക് കഴിക്കാനുള്ളവരെ പൊതിഞ്ഞു കെട്ടി അവരവളെ പറഞ്ഞയച്ചു. ആ സന്തോഷം അധികാരം നീണ്ടുന്നില്ല.
1 മാസം തേക്കും മുമ്പ് ആ ദുരന്തം അവരെ തേടി വന്നു. അബിയുടെ അമ്മ ഒരു ദിവസം ബാത്റൂമിൽ തെന്നി വീണു. ആദ്യം ഒരു സാധാരണ വീഴ്ചയായിരുന്നെങ്കിലും അതവരുടെ വലത്തേക്കാലിനെ പൂർണ്ണമായി ബാധിച്ച് പിന്നെയാണ് അറിഞ്ഞത്. അവരുടെ ആ കാല് തളർന്നുപോയി. അവർക്ക് പൂർണ്ണമായും ബെഡ് റെസ്റ്റ് ഡോക്ടർ വിധിച്ചു. അവരുടെ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാൻ പോലും വേറൊരാളെ ആശ്രയിക്കേണ്ട അവസ്ഥ. അങ്ങനെ അവരുടെ ആ വീടിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട അവസ്ഥയായി പാറുവിന്. സ്വന്തം വീട്ടിൽ പോലും പോവാതെ അവൾ അവിടുന്ന് അമ്മയെ പരിപാലിച്ചു. രാവിലെ വീട്ടുപണിയെല്ലാം കഴിഞ്ഞ് അമ്മയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കിക്കൊടുത്ത് ജോലിക്ക് പറഞ്ഞു വിട്ട് അമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കി അമ്മയ്ക്ക് രാവിലെ ഭക്ഷണം കൊടുത്ത് ഉച്ചക്കലത്തേക്കുള്ളത് അവർ കിടക്കുന്നതിൻ്റെ അടുത്ത് അടച്ചു വെച്ച് അവൾ മില്ലിൽ പോകാൻ തുടങ്ങി. അമ്മയ്ക്ക് അടുത്ത് തന്നെ ഒരു ഫോൺ വെച്ച് കൊടുത്തു, എന്തെങ്കിലും ആവശ്യം വന്നാൽ അവളെ വിളിക്കാൻ. അങ്ങനെ ഓട്ടപ്പാസിലോട് അവളുടെ ജീവിതം മുമ്പോട്ട് പോയി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവളുടെ അമ്മ അവളെ ഫോൺ വിളിച്ചു. ഹലോ അമ്മേ. പാറുമോളെ, എത്ര ദിവസമായി നീ ഞങ്ങളെ കാണാൻ വന്നിട്ട്? നിനക്ക് ഞങ്ങളെ വിളിക്കാൻ പോലും സമയമില്ലല്ലോ. അതമ്മേ, ഇവിടുത്തെ കാര്യമൊക്കെ അമ്മയ്ക്ക് അറിയാലോ. നിനക്ക് എന്തായാലും ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ. ഈ ആഴ്ച ഞങ്ങൾ അങ്ങോട്ട് വരാം. ഞായറാഴ്ച അവർ പാറുവിനെ കാണാനായി അബിയുടെ വീട്ടിലെത്തി. പാറുവിനെ കണ്ടത് അവളുടെ അമ്മ കരയാൻ തുടങ്ങി. പാറു മോളെ, എന്ത് കോലാടി ഇത്, നീ ആകെ മെലിഞ്ഞുണങ്ങി പെൻസിൽ പോലെ ആയല്ലോ. അയ്യേ, അമ്മ കരയാണ്. പണ്ട് അമ്മ തന്നെയല്ലേ എൻ്റെ തടിയെ കുറ്റം പറഞ്ഞ് അന്ന് കുറക്കാൻ പറഞ്ഞ് പുറകെയാണെന്ന് അമ്മ തന്നെയല്ലേ. അന്ന് ഞാൻ പറഞ്ഞല്ലേ, ഞാൻ മെലിഞ്ഞാൽ അയ്യോ എൻ്റെ മോള് ക്ഷീണിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് വരരുതെന്ന്. അന്ന് ഞാൻ പറഞ്ഞ് വെറുതെയാണമ്മേ, എൻ്റെ തടി ഈ ജന്മത്തിൽ കുറയത്തൊന്നുമില്ലെന്ന്. വേണമെന്ന് വെച്ചാൽ കുറയും തന്നെയാണെന്ന് ഇപ്പോൾ മനസ്സിലായി. അവളുടെ പറച്ചിൽ കേട്ടപ്പോൾ അമ്മ കരയാൻ തുടങ്ങി. കരയില്ലേ അമ്മേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നെ ജീവിതത്തിലും സ്നേഹിക്കുന്ന അഭിയേട്ടനും ഇവിടുത്തെ അമ്മയുള്ളതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. അവർക്ക് വേണ്ടി ചെയ്യുന്നതിലൊരു വിഷമം എനിക്കില്ല, മറിച്ച് സന്തോഷം മാത്രമേ ഉള്ളൂ. മകളുടെ കൂടെ കുറച്ചു നേരം ചെലവഴിച്ചതിന് ശേഷം ആ അച്ഛനും അമ്മയും തിരിച്ചുപോയി. സ്നേഹനിധിയായ ഭർത്താവിനെ തോളിൽ ചാരിക്കൊണ്ട് അവൾ അവർ പോകുന്നത് നോക്കി നിന്നു.